Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാസർഗോഡ് പത്തലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് സാധാരണ പത്തിരി പോലെയല്ല, ഇതൊരു ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പത്തൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ രാത്രി 3 കപ്പ് റേഷനിലെ പുഴുങ്ങലരി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെ നമുക്ക് ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ ഫസ്റ്റ് തന്നെ 1 കപ്പ് അരിനെയാണ് അരച്ചെടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമ്മൾ ഇനി ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ഇതിന് കറക്റ്റായിട്ട് മെഷർമെൻ്റ് ഒന്നുമില്ല, നമ്മൾ ആവശ്യാനുസരത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാവ് ആക്കിയിട്ടെടുക്കേണ്ടതാണ്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട്. ഗ്രൈൻഡറിൻ്റെ മുകളിൽ ഇത് നമുക്ക് ടൈറ്റാക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിനെ മൂടി അരച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മളുടെ പത്തലിൻ്റെ പുട്ട്, കാസർഗോഡ് പത്തലിൻ്റെ പുട്ട് എന്നാണ് പറയുന്നത്, പത്തലിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതിൽ നിന്ന് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി ഞാനൊരു പാനിലേക്ക് ഈ മാവിനെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിനെ ഇവിടെ പത്തലിൻ്റെ പുട്ട് പുതുക്കുന്ന എന്നാ പറയല്, പുട്ട് പുതുക്കുന്ന അങ്ങനെയാ പറയാറ്. അപ്പോൾ ഇതിനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഒന്ന് എല്ലായിടത്തുമായിട്ട് ചൂട് കയറിയതിന് ശേഷം ഇനി നമുക്ക് ഒരു പാത്രത്തിൽ മാറ്റി ഒന്ന് ഇതുപോലെ കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചെടുത്ത് ഇതുപോലെ ആക്കിയെടുക്കാം. ഇങ്ങനെ ഞാൻ എല്ലാത്തിനെയും ആക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ പ്രസ്സിൽ വെച്ച് പരത്തിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ പ്ലാസ്റ്റിക് കവറിന് മുകളിലായി മാവിനെ വെച്ച് വേറൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പത്തൽ ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഞാൻ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ പ്രസ് ചെയ്ത പത്തലിനെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് കുക്കാവുമ്പോൾ ഞാൻ ഇതിനൊന്ന് ഫ്ലിപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു സൈഡിൽ ചെറിയ ബബിൾസ് വരുമ്പോൾ നമുക്കിതിനൊന്ന് ഫ്ലിപ്പ് ചെയ്ത് ഇതുപോലെ നമുക്ക് പത്തലായി കിട്ടും. ഇനി ഇതിനെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും കാസർഗോട്ടെ പത്തലിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ വീഡിയോക്ക് നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായി മാക്സിമം ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.